എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ഇഞ്ചിത്തൈരാണ്. സദ്യയിൽ ഇഞ്ചിത്തൈരില്ലാതെ എന്ത് സദ്യ അല്ലേ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഇഞ്ചിത്തൈര് ദഹനത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചിത്തൈര് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇഞ്ചിത്തൈര് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 മില്ലി മിൽമ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ഒന്ന് പൊട്ടിച്ചിട്ട് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിത്തൈര് മൺചട്ടിയിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. തീരെ പുളി കുറഞ്ഞ തൈര് എടുക്കരുത്. അത്യാവശ്യം ചെറിയൊരു പുളി വേണം, എന്നാലാണ് ഇഞ്ചിത്തൈരിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ തൈരിന്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, അപ്പൊ ലൂസായി പോവും. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. തൈരിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തൈരിന്റെ പുളിക്ക് അനുസരിച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം ഉപ്പിന്റെ. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം തവി കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിത്തൈരിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. 3/4 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 500 മില്ലി തൈരിന് 3/4 കപ്പ് തേങ്ങ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഈ കറിക്ക് അങ്ങനെ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ വലിപ്പത്തിൽ വരുന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളത്തിന് പകരം ചേർക്കുന്നത് തൈര് തന്നെയാണ്. നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള തൈര് ഉണ്ടല്ലോ, തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 തവിയോളം തൈര് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ അരക്കുന്ന അരപ്പിലും തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ചെറുതായിട്ട് കുറവുണ്ട്. അപ്പോൾ ഇതാ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഇഞ്ചിത്തൈര് വേണ്ടത്. നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായിട്ട് ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചൊഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി അഥവാ ഇഞ്ചിത്തൈര് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് ഇഞ്ചിക്കറി. ഹെൽത്തിനും വയറിന്റെ ആരോഗ്യത്തിനും വയറിന് നല്ല തണുപ്പ് കിട്ടാനും ദഹനത്തിനൊക്കെ നല്ലതാണ് ഈ കറി. കുട്ടികൾക്ക് ഈ കറി കഴിക്കുന്നത് വളരെ ഇഷ്ടാകും. അപ്പൊ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലതരം കറികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇഞ്ചിത്തൈര് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഇല്ലാതാകും. വയറിന് നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, ദഹനത്തിന് നല്ലതാണ് ഇഞ്ചിത്തൈര് കഴിക്കുന്നത്. നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നമ്മൾ ഈ ഇഞ്ചിത്തൈര് കൂടുതൽ ദിവസം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, ചില്ലിന്റെ കുപ്പിയിലാക്കിയിട്ട്. നമ്മളിങ്ങനെ പുറത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഇതിൽ ഇഞ്ചി അരച്ചത് കൊണ്ടും അതുപോലെ തന്നെ തൈരാണല്ലോ ചേർത്തത്, അപ്പൊ തൈരിന്റെ പുളിയും കൂടും. ഇഞ്ചി അരച്ചത് കൊണ്ട് ആ ഒരു ടേസ്റ്റും വ്യത്യാസം വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സദ്യക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇഞ്ചിത്തൈര് കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ ഇതാ ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും, അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇനി അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.